അശ്വൻ ചേട്ടാ, ഇത് നമ്മുടെ ആദ്യത്തെ പറയല്ലേ വേറെ കാര്യമുണ്ട് അറിയാം. എന്താ എങ്ങനെ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഈ പരിപാടി പങ്കെടുക്കാൻ അതൊന്നും പറയണ്ട, അല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങള് അല്ലാതെ ബന്ധമുണ്ട് അല്ലേ ശിവ? ഇല്ല അങ്ങനെയാണ്. ഭരതൻ ഭരതൻ വല്ല മലയാള സിനിമയിലെ വളരെ ബെസ്റ്റ് ഡയറക്ടർമാരിൽ ഒരാളല്ലേ അദ്ദേഹം, മറക്കാൻ പറ്റുമോ? പത്മരാജൻ. അയ്യോ അതിന് പറയാനുണ്ടോ തീരെ? എൻ്റെ ഗോഡ്ഫാദറും കൂടിയാണ്. അരവിന്ദൻ. ഇന്റർനാഷണൽ ഡയറക്ടറല്ലേ? കേശവൻ. കേശവൻ അതാരാ? കേശവൻ എന്ന പുള്ളി കേശവൻ എന്നൊരു ഡയറക്ടർ ഇതുവരെ നമ്മളെ കേശവൻ ഉണ്ട്, പക്ഷെ കേശവൻ അക്കാലത്ത് രക്ഷപ്പെട്ടില്ല, പുള്ളാരും അറിഞ്ഞില്ല. അതാ സംഭവിച്ചത്. ചേട്ടാ ഇത് ഇദ്ദേഹമാണ് ഞാൻ പറയാൻ വന്നത്, ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇത് കേശവൻ മാമൻ എന്ന് പറയും. പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ എവിടെയോ കടയിൽ പോയിട്ട് വന്ന വഴിക്ക് ഒരു ആവശ്യമില്ലാണ്ട് വന്ന് അലമുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് നിങ്ങൾ. കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും നല്ല കുട്ടിയായിട്ട് അഭിനയിച്ച് ടീച്ചറുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. അത് ടീച്ചർ തിരിച്ചറിഞ്ഞില്ല എന്നാ. വളരാത്തവനാന്ന് ടീച്ചർ അറിഞ്ഞില്ല. തിരിച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ ചെന്നു. നല്ലവനായ ഒരു നിഷ്കളങ്കനായ ഒരാളായിട്ട് ആ പെൺകുട്ടിയുടെ മുന്നിൽ അഭിനയിച്ച് അവളെ ഞാൻ കല്യാണം കഴിച്ചു. അവൾ അറിഞ്ഞില്ല. വെള്ളമടിച്ച് വീട്ടിൽ ചെന്നിട്ട് വെള്ളമടിക്കാത്തവനെ പോലെ അഭിനയിച്ചു. അത് പിടിയിട്ടില്ല. എന്തിന്? സ്വന്തം മക്കളുടെ മുന്നിൽ അച്ഛനായിട്ട് അഭിനയിച്ചു. അവർക്ക് പിടിയിട്ടില്ല. അപ്പൊ ഇത്രയും അഭിനയമൊക്കെ ഉള്ള ഒരാളുടെ അടുത്ത് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. അത് വിട്ടേക്ക്. അപ്പൊ നിനക്കെന്നെ മനസ്സിലായില്ലടാ. ഗസ്റ്റിനെ വന്നിട്ട് അങ്ങനെയുള്ള എടാ പോടാന്നുള്ള വിളിയൊന്നും വേണ്ട. അശോകൻ എന്നെ വിതുമ്പിച്ചു. ഞാനൊന്നും ചെയ്യില്ല. എന്നെ പലരും വിതുമ്പിച്ചിട്ടുണ്ട് എന്നെ. പക്ഷെ അശോകൻ അങ്ങനെ വിതുമ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ ആശാനെ. പറയാഞ്ഞതാണല്ലോ ഇവിടെ കുറ്റം. നിങ്ങൾക്ക് അറിയാവുന്നൊന്ന് പറയായിരുന്നില്ലേ? നിങ്ങൾക്ക് അതിന് ഒന്ന് ആലോചിക്കണ്ടേ? ഇത്ര വർഷത്തിൽ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കും. നിങ്ങൾക്ക് എന്തോ അല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. വിഷമിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. കലാകാരന്റെ വിഷമം നിങ്ങൾക്കറിയില്ല. അല്ല നിങ്ങൾ കരയാതിരിക്കും. ഞാനാണ് ഞാൻ. എന്നെ ഞാനാക്കിയ എൻ്റെ ഞാൻ. ആ ഞാനിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടും ആ ഞാൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ അത്ര സങ്കല്പമുള്ള കാര്യമില്ലെന്ന്. അവന് എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? എന്തിനാ വെറുതെ എന്നെ വിഷമിപ്പിച്ചത്? കരയണ്ടേട്ടാ, കരയാൻ വേണ്ടി പറഞ്ഞതല്ല അശോകൻ ചേട്ടാ. അങ്ങനെ കരയാൻ വേണ്ടി എങ്ങനെയുണ്ട് ആക്ടിങ്? അയ്യോ അഭിനയിച്ചായിരുന്നോ? ഞാൻ അഭിനയിച്ചാണ്. കരഞ്ഞതായിട്ട് അഭിനയിച്ചതാ. അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഗംഭീര. ഓരോരുത്തരൊക്കെയാണ് അത് ഓവർ ആക്ട് ചെയ്ത് കൊളാക്കിയിട്ടുണ്ട്. നിങ്ങൾ നാച്ചുറൽ ആക്ടിങ്. സ്കൂൾ ഓഫ് ഡ്രാമയാണ് ഞാൻ. അതിന്റെ അറിയാനുണ്ട്. സ്കൂളിൽ വെച്ചുള്ള എല്ലാ ഡ്രാമയിലും വളരെ നാച്ചുറൽ ആയിരുന്നു കേട്ടോ. ഗംഭീരം. ഞാനിവിടെ കുറച്ച് ദിവസത്തൊക്കെ വന്നത്. ഇവിടുത്തെ പണി മൊത്തം എടുത്ത് തന്നെ കൊല്ലാക്കൊലയാണ് ഇവരൊക്കെ. ഇപ്പൊ ഞാൻ കുട്ടിക്ക് കുപ്പിവള വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പോയത് ആങ്കറിന്. ആർക്ക്? ആങ്കർ കുട്ടിക്ക്. ആങ്കറിനുള്ള വളയൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്തോളാം. പുള്ളിക്കാരത്തെ വിളിച്ചോളാം കേട്ടോ. ആണല്ലേ? ഓക്കെ ശരി എന്നാ. അപ്പൊ ഓക്കെ സാർ. ഓക്കെ എവിടെ ഉണ്ടാവും? ഓക്കെ കാണണം. പിന്നെ മറക്കരുത്. പിന്നെ സൂക്ഷിച്ചേട്ടോ. വല്ലതും പറ്റിയോ? ആക്ടിങ്ങാ. നല്ലോണം പറ്റിയിട്ടുണ്ട്. Once upon a time, once upon a time. Okay, welcome everyone. എന്താ ചുറ്റും നോക്കിയത്? ഞാൻ പുറയിൽ നിന്നപ്പോഴുണ്ടല്ലോ കേട്ടോ, എന്തോ സംഭവം ഇങ്ങനെ പൊട്ടുന്നതായിട്ട് മറ്റേ പാർട്ടി പോപ്പറൊക്കെ പൊട്ടുന്ന ശബ്ദം കേട്ടായിരുന്നു. അപ്പം എന്താ, പക്ഷേ ഇവിടെ ഫ്ലോർ ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്, പേപ്പേഴ്സ് ഒന്നും കാണുന്നില്ല. മറ്റേ പൂത്തിരി പൊട്ടുന്ന ശബ്ദം കേട്ടതാണോ? ആ പൂത്തിരി പൊട്ടിയതല്ല, കേശവമാമന്റെ മുട്ടിന്റെ ചിരട്ട പൊട്ടിയ ശബ്ദം കേട്ടത്. അങ്ങനെയൊക്കെ സംഭവിച്ചോ? അങ്ങനെ സംഭവിച്ചായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം അല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും സ്വാഗതം. വൺസ് അപ്പോൺ എ ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിലും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയ നമുക്ക് ഏറെ പ്രിയമുള്ള നമ്മുടെ അശോകേട്ടനുണ്ട്. അശോകേട്ടാ സ്വാഗതം. ആൻഡ് നമ്മുടെ ഷോയുടെ കാറ്റലിസ്റ്റ് ആരാ? നമ്മുടെ രമേശ് ഏട്ടനും സ്വാഗതം. അശോകേട്ടാ
How are you today? ഗുഡ് ഗുഡ് Good. സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. അശോക് ചേട്ടൻ ഒരു 40 വർഷം സിനിമയിലെന്ന് പറയുമ്പം സിനിമയുടെ ഒരു വലിയ കാലഘട്ടം അതിനകത്തുണ്ട്. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു 90-95 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 40% സമയം അശോകൻ ചേട്ടനുണ്ട്. അശോകൻ വളരെ കൗമാരത്തിൽ അശോകൻ ചേട്ടൻ വന്നിട്ടുള്ളതാണ് സിനിമയിൽ. കേശവമാമൻ വന്ന എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞ പേരുകൾ KG ജോർജ്, ഭരതൻ, പത്മരാജൻ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആളുകളുടെ സിനിമകളിൽ ഇഷ്ടം പോലെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു ചോദ്യം, ഇപ്പം അശോകൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പത്രത്തിൽ കണ്ട് പരസ്യം കണ്ട് അപേക്ഷിച്ചിട്ടാണ് സിനിമയിലെത്തിയത്. അവരാരെങ്കിലും എന്തുകൊണ്ട് അശോകൻ ചേട്ടനെ ഈ വേഷം കാസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാരണം അശോകൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? ഞാനത് ചോദിച്ചിട്ടുമില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. ഈ പറഞ്ഞ ഓരോരുത്തരുടെയും പടം, പത്മരാജൻ, ഭരതൻ, KG ജോർജ്, മോഹൻ, അടൂർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ നമ്മൾ ആ ഒരു രീതി പറഞ്ഞവരുടെ എല്ലാം പടങ്ങൾ. ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പെരുവഴി അമ്പലത്തിൽ ഇപ്പം അങ്ങനെ അത് അന്ന് ഒരുപാട് എനിക്കൊന്ന് കുറേ അധികം ഒരു 1000 കൂടുതൽ അന്ന് ആപ്ലിക്കേഷൻസ് വന്നു. അങ്ങനെ അന്നത്തെ കുട്ടികളൊക്കെ ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പിള്ളേർ. അത് നല്ല സുന്ദരന്മാർ പിള്ളേർ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണെങ്കിൽ ഒരിടത്തൊരു ഫൈൽവാനാണ് പപ്പേട്ടൻ തന്നെ. അതിനകത്തും സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള ഒരു റോള് അപ്രതീക്ഷിതമായിട്ടൊരു ഭാഗ്യം കിട്ടി എനിക്ക്. അന്ന് വേറൊരാളെ കാസ്റ്റ് ചെയ്തിട്ട് അയാൾ സമയത്ത് വന്നില്ല. അത് എനിക്ക് ലോട്ടറി അടിച്ചത്. പിന്നെ ഉള്ളത് യവനേക്കകത്ത് മറ്റാരോ കാസ്റ്റ് ചെയ്ത് ആദ്യം. അത് പിന്നെ ഇന്ന് ക്യാരക്ടർ അവർ ഈ ജോർജ് സാറും പപ്പേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ എന്തോ കാഷ്വലി കണ്ട് സംസാരിച്ച പിന്നെ പ്രൊജക്റ്റ് ചെയ്താണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇന്ന് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് പിന്നെ അതൊരു പയ്യനാണ്, ഗോപിയുടെ മോനൊരു ക്യാരക്ടറുണ്ട്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ജോർജ് സാർ പറഞ്ഞപ്പോൾ എന്നെ സജസ്റ്റ് ചെയ്ത പപ്പേട്ടനാണ് അതിനകത്ത്. കറക്റ്റ്. അപ്പോൾ ജോർജ് അത് കറക്റ്റ് ആയിരിക്കുമല്ലോ എന്ന് പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു. അരപ്പട്ടകെട്ടി ഗ്രാമത്തിൽ അവസാന നിമിഷത്തിലാണ് ഞാനത് ജോയിൻ ചെയ്തത്. പലമുണ്ട് ഇങ്ങനെ ഒരു കുറേ അമര സിനിമയിൽ മറ്റൊരാളെ ആദ്യം കാസ്റ്റ് ചെയ്തത്. ഫൈൽവാൻ്റെ കാര്യം പറഞ്ഞ പോലെ അവസാന നിമിഷത്തിൽ അയാൾക്ക് സുഖമില്ലാതെ വന്നു ആ നടന്. ഭരതേട്ടൻ ശരിക്കും പറഞ്ഞാൽ അയാളെ തന്നെ മനസ്സിലാവും കറക്റ്റാണെന്നുള്ള രീതി തന്നെ ഫിക്സ് ചെയ്ത് വെച്ചു. ഞാൻ മറ്റൊരു സത്യം പറയട്ടെ, ശരിക്കും ഇന്ന് ഈ പരിപാടിയിൽ അമീർ ഖാൻ വരേണ്ടതായിരുന്നു. പുള്ളിക്ക് ചെറിയൊരു ജലദോഷം, അങ്ങനെ ഞങ്ങൾ അവസാന നിമിഷം അശോകൻ ചേട്ടനെ വിളിച്ചു തന്നൊരു സത്യം, മറ്റൊരു സത്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാണ്. പക്ഷെ അത് ചെറു കടന്നുകയായിപ്പോയി. അമീർ ഖാന്റെ പേര് പറയാൻ പാടില്ലായിരുന്നു. അല്ല, ഞാൻ തമാശ അല്ലെന്ന്. ഞങ്ങൾ ഇതുപോലെ ഒരു പരിപാടി ചെയ്യുമ്പം അശോകൻ ചേട്ടനെ പോലെ ഒരാൾ അതിഥിയായി വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പേരുകൾ ഞങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ. ആ പേരുകൾ ഇവിടെ പറയുന്നത് ഈ പരിപാടിയുടെ ഒരു വലിയ ലക്ഷറിയാണ്, വലിയൊരു പ്രിവിലേജാണ്. മലയാളത്തിൽ ഒരുപാട് ക്ലാസിക്കുകളുടെ പേര് ഈ പരിപാടിയിൽ പറയാൻ അവസരമൊരുക്കിയ അശോകൻ ചേട്ടന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പെർഫോമർ ആരാണ്? Once Upon a Timeലെ ഇന്നത്തെ പെർഫോമറെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹരിസ്ലാങ് ഫ്രം കോഴിക്കോട്. ട്രിവാൻഡ്രം സ്ലാങ്, കോട്ടയം സ്ലാങ്, തൃശ്ശൂർ സ്ലാങ്, കോഴിക്കോട് സ്ലാങ്, ഇത് എവിടുത്തെ സ്ലാങ് ആണ് ഈ ഹരിസ്ലാങ്? ഇപ്പൊ അറിയാം. ഞാൻ ജനിച്ചത് വളരെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. അപ്പം ജനിച്ച സന്തോഷത്തിൽ ഉമ്മ വിളിച്ചു ഉപ്പാനോട് പറഞ്ഞ് നമുക്കൊരു മോൻ ജനിച്ചിട്ടുണ്ട്, അത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ ദുബായിലായിരുന്നു ആ സമയത്ത്. ഉപ്പ പറഞ്ഞ് അങ്ങനെ മോൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ ഇടാൻ വെച്ചൊരു പേരുണ്ട്, ഹാരിസൺ എന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജനിച്ച ദിവസം നല്ല ഇടിയും മിന്നലുള്ള ദിവസമാണ്. അന്ന് ഉമ്മ ഫോണിൽ ഇങ്ങനെ ഹാരിസ് വരെ കേട്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന്റെ പ്രശ്നം കാരണം ഉമ്മ അതിൽ സൺ കേട്ടില്ല. അപ്പോൾ ഉമ്മ എന്ത് ചെയ്ത് അതിന് ലാൻ എന്ന് കൂട്ടി ഉമ്മ ഹാരിസ് ലാൻ എന്നങ്ങോട്ട് പേര്. ശരി ശരി, അപ്പൊ അതാണ് കഥ. ഓക്കെ, ശരി. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്, പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രശ്നമില്ല, നമ്മുടെ ഫാമിലിയാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന ചോദ്യം ടെൻഷൻ ഉണ്ടോ എന്നുള്ളത്. വെറുതെ ഇരിക്കുന്നവരെ ടെൻഷൻ ഉണ്ടോ, മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ അപകടം. അതറിയാമോ? നമ്മളിത് മറന്നിരിക്കുമായിരിക്കും. അപ്പോഴാണ് വെറുതെ കൂടെ ഇരിക്കുന്നത്. സിനിമയുടെ ഒക്കെ ഇന്റർവെൽ ആവുന്നതിന് 20 മിനിറ്റ് മുമ്പ് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. നമുക്ക് ഒന്നും എഴുതി വെച്ചിട്ടില്ലാത്ത എല്ലാ വാതിലുകളും ഞാൻ തുറന്ന് കൃത്യമായിട്ട് കയറി പോയിട്ടുണ്ട്. പുഷെന്നോ പുള്ളെന്നോ എഴുതി വെച്ചാൽ ഞാൻ ഓപ്പോസിറ്റേ ചെയ്യുന്നുണ്ട്. ഇതുവരെ കൃത്യം ചെന്ന് തള്ളി എന്തെങ്കിലും ഓപ്പോസിറ്റ് ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ടെൻഷൻ ഉണ്ടോ എന്ന് ആരോടും ചോദിക്കാൻ പാടില്ല. ഇന്ന് ഞാൻ എന്തായാലും ഇൻസൾട്ടിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. നമുക്കറിയാം, ഇപ്പോൾ എന്തിലും ഇൻസൾട്ട് തന്നെയാണ്. ഒരു ആൺകുട്ടി ജനിച്ചാൽ ഇൻസൾട്ട്, പെൺകുട്ടി ജനിച്ചാൽ വേറൊരു ഇൻസൾട്ട്, സ്കൂളിൽ പോയാൽ ഇൻസൾട്ട്, സ്കൂളിൽ പോയില്ലെങ്കിൽ ഇൻസൾട്ട്, മാർക്ക് വാങ്ങിയ കൂട്ടുകാരുടെ ഇൻസൾട്ട്, മാർക്ക് വാങ്ങിയില്ലെങ്കിൽ ഉമ്മയുടെ ഇൻസൾട്ട്, കോളേജിൽ പോയാൽ ഇൻസൾട്ട്, കോളേജിൽ പോയില്ലെങ്കിൽ ബാപ്പാൻ്റെ വക ഇൻസൾട്ട്, ജോലി കിട്ടിയാൽ ബോസിൻ്റെ ഇൻസൾട്ട്, ജോലി കിട്ടിയില്ലെങ്കിൽ നാട്ടുകാരുടെ ഇൻസൾട്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ ഇൻസൾട്ട്, കല്യാണം കഴിച്ചില്ലെങ്കിൽ കുടുംബക്കാരുടെ ഇൻസൾട്ട്. നമ്മുടെ ജീവിതം അങ്ങനെ ഇൻസൾട്ട് കൊണ്ടാണ് ഇങ്ങനെ കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെയൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ മലയാളികൾക്ക് ഇൻസൾട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല. കാരണം നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, മാത്സ് അറിയാം, സയൻസ് അറിയാം, എന്തും അറിയാം. പക്ഷേ ഇൻസൾട്ടിനെ ഡീൽ ചെയ്യാൻ അറിഞ്ഞൂടാ. നമ്മളോട് ഇപ്പോൾ ഒരാൾ ഒരു പബ്ലിക്കലി നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യാണ്. അപ്പോൾ അവൻ വന്നിട്ട് നമ്മൾ പറയാം, പോടാ, ചേട്ടനെ വിളിച്ചല്ല കേട്ടോ, നീ പോടാ എന്നിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ച് നീ പോടാ എന്ന് പറയും. ഇവൻ ഏതട നായ, നീ ഏതട നായ, ഇങ്ങനെ നമ്മൾ തത്തമ്മയെ പോലെ പറഞ്ഞ സാധനം തന്നെ തിരിച്ച് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ് അല്ലേ. പിന്നീടുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെട്രോളിൻ്റെ വില കൂടുന്നത് പോലെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇൻസൾട്ടഡ് ആവും. അത് കൂടുതലും സിറ്റുവേഷൻ ബേസ്ഡ് തന്നെയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാമിൽ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇപ്പം മാന്യനായിട്ടിരിക്കുന്ന ചിലപ്പോൾ ഒരു വെള്ള ഷർട്ടിൽ പൂക്കളുള്ള ഒരു ആൾ വ്യക്തി, ഞാനിപ്പോൾ രമേശ് ചേട്ടൻ്റെ പേരൊന്നും പറഞ്ഞ് അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു ആളല്ല. പുള്ളി ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ധർമ്മജൻ ചേട്ടൻ പോലെ പാവപ്പെട്ട ആർട്ടിസ്റ്റുകളെ ഇൻസൾട്ട് ചെയ്തിട്ട് കയ്യടി വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതൊക്കെ ഭയങ്കര ഇതുപോലെ ഞാൻ പറയാൻ കാരണം, നമുക്ക് ചില ആൾക്കാർ വന്നിട്ട് ഇൻസൾട്ട് ചെയ്യണോ അഭിനന്ദിക്കണോ എന്ന് അറിയാത്ത സാധനങ്ങളുണ്ട്. ഞാനൊരു പരിപാടി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ആ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളൊക്കെ കൂട്ടൊരു നാടകം കളിച്ചില്ലേ, ആ നാടകത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ എന്നൊരു മ്യൂസിക് ഇടുമല്ലോ ഓരോ തമാശ കഴിയുമ്പോഴും. ഞാൻ പറഞ്ഞാൽ ഇടുക, അത് നല്ലതാട്ടോ, കാരണം ആ എന്നുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു തമാശ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കറിയത്തില്ലെന്ന്. ഇത് അഭിനന്ദിച്ചതാണോ പുള്ളി വറുത്തതാണോ എന്ന് ഇന്നും അറിയാൻ പാടില്ല. എനിക്കിതേപോലെ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അഭിനയിക്കാൻ ഭയങ്കര അഭിരുചിയായിരുന്നു. ഇതിൻ്റെ കാരണം സ്കൂളിൽ എങ്ങനെയെങ്കിലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കണം. കാരണം നമുക്ക് PR വർക്കൊന്നും ചെയ്തിട്ട് നമ്മളെ സെലിബ്രിറ്റി ആക്കാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ ഈ സ്കൂൾ നാടകത്തിന് ആനുവൽ ഡേക്ക്, അപ്പോൾ കൊല്ലപ്പരീക്ഷയുടെ അടുപ്പിച്ചാൽ വരിക. അപ്പോൾ ഇതിന് അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്തായാലും കിട്ടും എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഈ ഓഡീഷന് പോയി ഇതിൻ്റെ. അങ്ങനെ അവസാനം ഒരു മണിയൊക്കെ അടിച്ച് ഒരു റോൾ ഒപ്പിച്ചെടുത്ത് അപ്പോഴേ തുടങ്ങി ആ ടീച്ചർ, ഹരിസ്ലാൻ ഇത് ഭയങ്കര വലിയ പാടുള്ള നാടകമാണ്, നല്ല കടികട്ടിയുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടാവും, ഹരിസ്ലാൻ എല്ലാം കാണാണ്ട് പഠിക്കണം കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഓ ടീച്ചർ ഞാൻ പഠിച്ചോളാം. ഹരിസ്ലാൻ കയ്യിൽ എഴുതാനോ കാലിൽ എഴുതാനോ ഒന്നും പറ്റത്തില്ല, ഹരിസ്ലാൻ അത് കാണാണ്ട് തന്നെ പഠിക്കണം കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഓ ടീച്ചർ ഞാൻ പഠിച്ചോളാം, എനിക്ക് പ്രശ്നമില്ല. എനിക്കാണെങ്കിൽ ഈ ഓർമ്മശക്തി എന്ന് പറഞ്ഞ സാധനം പോലും എനിക്ക് ഓർമ്മയില്ലാത്തൊരു സാധനം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ അങ്ങനെ എനിക്ക് നാടകത്തിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഈ ഡയലോഗ് കുറേ ഉണ്ട് എന്നാണ് പറയുന്നത്, അപ്പോൾ അത് കാണാൻ പഠിക്കണമെങ്കിൽ ഞാൻ ഇപ്പം എന്താ ചെയ്യാറ്? ഉമ്മ പറഞ്ഞു, നീ ആദ്യം പോയിട്ട് മുടി വെട്ട്. ഞാൻ പറഞ്ഞു, എന്തിന്? അതല്ല, മുടി വെട്ടിയിട്ട് നീ 250 രൂപയ്ക്ക് ബ്രഹ്മി വാങ്ങി കഴിക്കും, എന്നാലോ ബ്രഹ്മി കഴിച്ചാൽ ഓർമ്മശക്തി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഒരു ബ്രഹ്മി കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ബ്രഹ്മി വാങ്ങി. ബ്രഹ്മി കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ല, ഒരാഴ്ച കഴിച്ചു. അപ്പോൾ ഞാൻ ഉപ്പാൻ്റെ അടുത്ത് വന്നിട്ടായിരുന്നു ഇങ്ങനെ ഇത് പ്രശ്നം ഉണ്ടായിരുന്നു. ഉപ്പ പറഞ്ഞു, നീ രാവിലെ എണീക്കും. ഞാൻ ചോദിച്ചത് എന്ത് കഷ്ടമാണിത്? പിന്നെ അതല്ല, നീ രാവിലെ എണീറ്റിട്ട് യോഗ ചെയ്യും, യോഗ ചെയ്താൽ ഭയങ്കരമായിട്ട് ഓർമ്മശക്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ രാവിലെ 5:30 എണീറ്റ് വെളുപ്പിന് യോഗയ്ക്ക് പോകും, യോഗയ്ക്കും പോകും, രാത്രി ഇരുന്ന് മെഡിറ്റേഷനും ചെയ്യും. അങ്ങനെ 3 ആഴ്ച കൊണ്ട് ഒരു കോൺഫിഡൻസ് ലെവൽ ഞാൻ സെറ്റാക്കി എടുത്ത് ഓഡീഷൻ കഴിഞ്ഞൊക്കെ ആണല്ലോ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ ചെന്ന് ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ തന്നെ ഹരിസ്ലാൻ ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ആരും സ്റ്റേജിൽ നിന്ന് ഒന്നും ഡിറ്റക്റ്റ് ചെയ്ത് തരില്ല, ഹരിസ്ലാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെൽ കോൺഫിഡൻസ്, ഞാൻ പറഞ്ഞു ടീച്ചർ പറ. ടീച്ചർ അവിടെ നിന്ന് ടീച്ചർ പറഞ്ഞ്, ഹരിസ്ലാൻ്റെ റോൾ ഇതിലൊരു ആട്ടിൻകുട്ടിയാണ്. അപ്പം തന്നെ ഞാൻ ക്യാരക്ടർ അങ്ങ് പിടിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഹരിസ്ലാൻ ഇങ്ങനെ ദാഹിച്ച് പോവുമായിരിക്കും. അപ്പം എൻ്റെ കൂട്ടുകാരനുണ്ട്, അപ്പം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ദാഹിച്ച് പോകുമ്പം ഇവൻ പറയണം, ഹോ എന്തൊരു ദാഹം, കുറച്ച് വെള്ളം കുടിക്കാം. ഞാൻ വിചാരിച്ചു അവന് ചെറിയ ഡയലോഗ്, എന്തൊരു ദാഹം, കുറച്ച് വെള്ളം കുടിക്കാം. ഹരിസ്ലാനിന് എന്താ ചെയ്യാൻ, നിങ്ങളിങ്ങോട്ട് ദാഹിച്ച് പുഴയുടെ അടുത്ത് ചെന്ന് വെള്ളം കുടിക്കുമ്പം നിങ്ങളെ കൂട്ടത്തിൽ ഒരു ആട്ടിൻതോലിട്ട ചെന്നായ ഉണ്ടാവും. അപ്പോൾ ആ ചെന്നായ ഹരിസ്ലാൻ്റെ മേത്തേക്ക് ചാടി വീഴും. ഞാൻ പറഞ്ഞു ഓക്കെ, മെയിൻ ക്യാരക്ടർ. അപ്പോൾ ഹരിസ്ലാൻ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയണമെന്നാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ, സിമ്പിൾ. ടഫ് സാധനം വരട്ടെ ടീച്ചറിന്. ചെന്നായ ഹരിസ്ലാൻ്റെ ചാടി വീണിട്ട് ഹരിസ്ലാനെ കടിച്ച് കീറും. ഓക്കെ, കടിച്ച് കീറും. എന്നിട്ട് ഹരിസ്ലാൻ മരിക്കും. ഓക്കെ, മരിച്ചു. ഡയലോഗ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയലോഗ് ഇല്ലല്ലോ ഹരിസ്ലാൻ, അത്ര തന്നെ. 2 ആഴ്ച യോഗ, 250 രൂപയുടെ സന്തോഷ് ബ്രഹ്മി, മെഡിറ്റേഷൻ, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. സ്കൂളിൽ നാടകം കളിക്കാനും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞങ്ങൾ സ്കൂളിൽ മരം ഒരു വരം എന്ന് പറഞ്ഞൊരു നാടകം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു. അപ്പോൾ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൂട്ടുകാർ 2 കിളിയായിട്ടാണ്, 2 കിളികളാണ്. ആ കിളി ഒരു മരത്തിൽ താമസിക്കുന്നു. ആ കിളി മുട്ടയിട്ട് വെച്ച സമയത്ത് ആ മരം വന്നൊരു മരം വെട്ടുകാരൻ വെട്ടിക്കൊണ്ട് പോകുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ കഥ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊരു പുച്ച പാർട്ടിയുണ്ട്. ഈ നാടകം ഒന്നും നന്നാവില്ല എന്ന് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തോ നാടകം നിങ്ങൾ കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുത്തന. അപ്പോൾ ഞാനാണ് നാടകം സംവിധാനമൊക്കെ, ഞാനെല്ലാം പഠിപ്പിച്ചു, കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പം മരം നല്ല കാർഡ്ബോർഡിൽ ഒരു മരം വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 5-6 അടി പൊക്കത്തിൽ മരം വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്.
രണ്ടുപേരും മറ്റേ ചുണ്ടൊക്കെ ഫിറ്റ് ചെയ്ത് കുരുവിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ മരം വെട്ടുകാരനായി കഴിഞ്ഞു. അപ്പം ഈ പുച്ച പാർട്ടി അവന് ക്യാരക്ടറൊന്നും അഭിനയിക്കാനൊന്നുമില്ല, ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ മരം സ്റ്റേജിൽ പിടിച്ചോണ്ട് നിൽക്കേണ്ട ഉത്തരവാദിത്വം അവനാണ് സ്റ്റേജിന്റെ ബാക്കിൽ ഒത്ത നടുക്കിൽ ഈ മരം ഹാർഡ്ബോർഡ് ഉണ്ടാക്കിയ മരം ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും, ഒളിച്ചു നിൽക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നാടകം തുടങ്ങിയിട്ട് ഇതൊരു സക്സസ് ആവാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. പിള്ളേരൊക്കെ അങ്ങ് ഏറ്റെടുത്ത് കുരുവി വരുമ്പോൾ കൈയടിക്കുന്നു, മറ്റേ കിളി വരുമ്പോൾ കൈയടിക്കുന്നു, മരം വെട്ടുകാരൻ വരുമ്പോൾ ആൾക്കാർ കൂവുന്നു. അങ്ങനെ ഈ നാടകം കയറി സൂപ്പർ മെഗാ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പം ക്ലാസ്മേറ്റ്സിൽ നരൻ മരിച്ച പോലെ ഈ മരത്തിൻ്റെ ബാക്കിൽ നമ്മുടെ സുഹൃത്ത് നിന്ന് ചാകുക. കാരണം അവന് ഒരു പ്രശസ്തിയും കിട്ടുന്നില്ലല്ലോ. ബാക്കിയുള്ള അവൻ്റെ കൂട്ടുകാരൊക്കെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക. അവനിത് കാണുക, അവൻ ഇതിൻ്റെ ബാക്കിലുണ്ടെന്ന് പൊതുജനം അറിയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ സ്റ്റാർ ആകുന്നു. ഇവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവൻ ഈ മരത്തിൻ്റെ ബാക്കിൽ നിന്ന് ഇവൻ അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി തല ഇങ്ങനെ ഒന്ന് വെളിയിലേക്ക് ഇടും, പിന്നെ അകത്തേക്കിടും, പിന്നെ തല വെളിയിലേക്കിടും, പിന്നെ തല അകത്തേക്കിടും. അങ്ങനെ നാടകം കഴിഞ്ഞു. ഞങ്ങളുടെ നാടകത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്ന കൂട്ടത്തിൽ അവിടെ വന്ന ജഡ്ജ് ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്തു. ആ നാടകം വളരെ നന്നായിരുന്നു, ആ നാടകത്തിൽ നല്ലൊരു സന്ദേശമുണ്ട്, അതിലെ അഭിനേതാക്കളെല്ലാം വളരെ നന്നായിരുന്നു. ഒപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ നാടകത്തിൻ്റെ ആർട്ട് വർക്ക് വളരെ നന്നായിരുന്നു. കാരണം അവരൊരു നല്ല മരമുണ്ടാക്കി, ആ മരത്തിൻ്റെ പൊത്തിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു മൂങ്ങ തല പുറത്തേക്ക് ഇടുന്നത്, അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ കിട്ടി. അന്ന് തൊട്ട് മൂങ്ങ സുജിത്ത് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ. നമ്മുടെ അവിടെ ഇൻസൾട്ട് എന്ന് പറയുന്നത് ഒരു പുള്ളിയുടെ കൂടെ പഠിച്ച ഒരുത്തം കയറി പണക്കാരനായി, ഗൾഫിലൊക്കെ പോയിട്ട് വലിയ പണക്കാരനായിട്ട് വന്നു. ഇവൻ ഇങ്ങനെ സാധാരണഗതിയിൽ മറ്റേ പത്രം ഇട്ട ആളുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുക. ഈ ലോകത്ത് വേറെ ആര് പണക്കാരനായാലും പുള്ളിക്ക് കുഴപ്പമില്ല, ഇവൻ പണക്കാരനായാലും പുള്ളിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പണക്കാരനായ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകാരന് തന്നെ കൊടുക്കണം എന്ന് ഓർത്ത് വീട് പണിയാൻ നേരത്ത് ഇവനെ കൊണ്ട് കോൺട്രാക്ട് കൊടുത്തു. ഈ കോൺട്രാക്ട് എല്ലാം പണിയാൻ കൊടുത്തു. അപ്പോൾ ഇവൻ്റെ സംബന്ധിച്ചിടത്തോളം ഓരോ കല്ലെടുത്ത് വെക്കുന്നതും പ്രാഗി നേർന്നിട്ടാണ്. കാരണം ഇവൻ്റെ കൂടെ പഠിച്ചവൻ്റെ വീടാണ് 2 നില 3000 സ്ക്വയർ ഫീറ്റ് നശിച്ചു പോണേ ദൈവമേ. 3000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുവാണല്ലോ, ഒരു കല്ലെടുത്ത് വെച്ച് നശിച്ചു പോണേ ദൈവമേ. അടുത്ത കല്ലെടുത്ത് അത്രയും പ്രാഗി നേർന്ന ഇയാൾ പണിതുകൊണ്ടിരിക്കുന്നത്. മറ്റവനാണെങ്കിൽ ഭയങ്കര സ്നേഹം, ഇവനെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ട് വരും പണിസ്ഥലത്തേക്ക്, പണി കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവിടും, അങ്ങനെയൊക്കെ. അപ്പോൾ പണി കഴിഞ്ഞിട്ട് 2 സ്മോളൊക്കെ കൊടുത്തിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ജംഗ്ഷനിൽ വന്ന് ഇറക്കിയിട്ട് ഈ പണക്കാരനായ കൂട്ടുകാരൻ പുള്ളിയോട്, മറ്റവൻ 3-4 ആയപ്പോൾ തന്നെ പഠിത്തം നിർത്തിയിട്ടോ, വിദ്യാഭ്യാസം വെച്ചിട്ട് കുറവ്. അപ്പോൾ ഇവൻ കൊണ്ടുവിട്ടിട്ട് ഓക്കെ സീ യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് പോയി. ഈ കൂട്ടുകാർ ബാക്കി ആ ജംഗ്ഷനിലിരുന്നവർ ഇയാളൊന്ന് ആളാക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്നോട്ടെന്ന് ചോദിച്ചു. എന്നാലും മറ്റവൻ പോയപ്പം അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി. ഇയാൾ ചോദിച്ചു എങ്ങനെ, നിന്നോട് സീ യു ടുമാറോ എന്ന് പറഞ്ഞല്ലേ, അത് വളരെ മോശമാണ്. ഇയാൾ ചോദിച്ചു അത് മോശമാണോ? അല്ല പിന്നെ നിന്നെ പോലെ ഇത്രയും വർഷം കൂടെ പഠിച്ച ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സീ യു ടുമാറോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോയി, നീ അത് വെറുതെ കേട്ടോണ്ട് നിൽക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അതൊക്കെ വളരെ മോശമാണ്, അലമ്പാണ്, നിനക്കൊരു നാണം ഇല്ലാത്തതുകൊണ്ടാണ് നീ അത് കേട്ടോണ്ട് നിന്നതെന്ന് പറഞ്ഞപ്പോഴേ പുള്ളി അപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് മറ്റവൻ്റെ വീട്ടിൽ പോയി കോളിംബെല്ലടിച്ച് അവൻ ഡോറ് തുറന്നപ്പോൾ ഈ മുഖത്ത് നോക്കിയിട്ട് സീ യു ടുമാറോ നീ സീ യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു. മറ്റേ ആള് കൂളായിട്ട് ഓക്കെ സീ യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് അവൻ സോഫ്റ്റായി. എന്താന്നൊരു പിടുത്തമില്ല. സത്യം അത്. കാരണം എന്താ വെച്ചാൽ നമുക്കുള്ള ഒരു സാധനം മറ്റവനില്ലെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടഡ് ഫീലാണത്. അത് ഏറ്റവും കൂടിയത് നമ്മുടെ ഈ കൊറോണ കാലത്താണ്. കാരണം കൊറോണ കാലത്ത് യൂട്യൂബ് ചാനൽ, കേക്ക് ഉണ്ടാക്കൽ, ചെടി വളർത്തൽ, ഇതൊക്കെ ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടോ നമുക്കും വേണം എന്നൊരു മസ്റ്റ് സാധനമായി മാറി. ഇതിൽ കേക്ക് ഉണ്ടാക്കലും യൂട്യൂബ് ചാനലും ഒക്കെ വീട്ടിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ചെടി വളർത്തലുണ്ടല്ലോ, ഇത് ആൾക്കാർ ചെയ്തിട്ട് ഇവർക്കിതൊരു ലഹരിയായി മാറി. ചില രാഷ്ട്രീയ പാർട്ടിയെ പോലെ ഇവർ പൈസ കൊടുത്ത് വാങ്ങൽ നിർത്തിയിട്ട് ഇതുവരെ അടിച്ചു മാറ്റാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അതിലൊരു കഥ എന്താ സംഭവം വെച്ചാൽ ഇവർ അടിച്ചു മാറ്റുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് കഥകളി കലർന്നപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു കേരളത്തിൻ്റെ ആർട്ട് ഫോം ആക്കി എടുക്കാം. ഇവരിതിങ്ങനെ ഈ വള്ളിയുടെ എടുക്കണമല്ലോ, ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വാനിറ്റി ബാഗ് ഉണ്ടാവും, അതിലേക്ക് ഇങ്ങനെ നൈസായി കയറ്റുന്ന ഒരു സീനുണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നിന്നു പോകും, അത്ര അടിപൊളിയാണ്. അത് എൻ്റെ നാട്ടിലൊരു നഴ്സറി ഉണ്ട്. അപ്പോൾ ഈ നഴ്സറിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശോഭേച്ചിയുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 രൂപയ്ക്കുള്ള കരകൗശലം പുള്ളിക്കാരത്തി അടിച്ച് മാറ്റും. അപ്പം ഞാനൊരു ദിവസം ഈ നഴ്സറിയിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരത്തി അവിടെ ഉണ്ട്. പുള്ളിക്കാരത്തി ഞാൻ നോക്കുമ്പോൾ ഒരു കത്രികയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം 1 കൊല്ലം ആയല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ കോൺഫിഡൻസ് ആയി, പ്രോ ആയി. അപ്പോൾ അടുത്ത ലെവലിലേക്ക് ഞാൻ നോക്കുമ്പോൾ എത്തി വലിഞ്ഞിട്ട് ഒരു വള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ ചെന്ന് ശോഭേച്ചി, നിങ്ങൾ എന്തായി പണി, നിങ്ങൾക്ക് ഏത് ചെടി വേണമെങ്കിൽ പറ, നമ്മളെ വീട്ടിൽ ഇവിടെ ഉള്ള എല്ലാ ചെടിയും വാങ്ങിക്കൊണ്ടു നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ തരാറ്.
അവൻ എന്നോട് പറഞ്ഞ് ഇത് നിങ്ങളെ വീട്ടിലുള്ള മരത്തെ ചെടിയല്ലടാ, ഇതില്ലേ നമ്മളെ മലേഷ്യയിൽ നിന്ന് വരുന്ന വൈറ്റ് റോളിങ് ക്രീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇതിങ്ങോട്ട് പൂവും കായും ഉണ്ടായിട്ട് അങ്ങോട്ട് നിറയും, ഭയങ്കര ഭംഗിയാണ് കാണാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പുള്ളിക്കാരത്തി എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരത്തിയുടെ വീടിന് മുന്നിലൂടെ പോവാം. പോകുമ്പോൾ പുള്ളിക്കാരത്തി ഇതൊരു വെള്ള വട്ട ചട്ടിയിൽ വലുതാക്കി കമ്പൊക്കെ വെച്ച് നമ്മുടെ ശങ്കരടിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇച്ചിരി പിണ്ണാക്കും ഇച്ചിരി ചാണകപ്പൊക്കെ ഇട്ട് നല്ല നനയൊക്കെ നനയ്ക്കുന്നുണ്ട്. കുറച്ച് മുന്നേ അപ്പോൾ ഞാൻ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇത് വളർന്ന് കായുണ്ടായ ഞാൻ തണ്ട് തരാവേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ശരി എന്നും പറഞ്ഞ് ഞാൻ കുറച്ചങ്ങ് മുന്നോട്ട് പോയാലാണ് നമ്മുടെ നേഴ്സറിയുടെ മുമ്പിലെത്തിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കും. അപ്പോൾ ആ നേഴ്സറിയുടെ ഓണർ എനിക്കറിയാം. അപ്പോൾ ഹംസക്കാനോട് ഞാൻ ചോദിച്ചു എന്താ ഹംസക്ക പ്രശ്നം എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു നീ ഇങ്ങുവാ, നീ ഇത് കണ്ടോ ഒരു ഹമുക്ക് ചെയ്ത പണിയെന്ന്. ഞാനിങ്ങനെ പുള്ളിയുടെ കൂടെ ചെന്ന് ഞാനിങ്ങനെ നോക്കി. പുള്ളി പറഞ്ഞു കണ്ടോ ഏതോ ഒരു ഹമുക്ക് CCTV ക്യാമറൻ്റെ വയറും കട്ട് ചെയ്ത് പോയിന്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലേഷ്യൻ വൈറ്റ് റോളിങ് സാധനം ശോഭേച്ചിയുടെ പുള്ളിക്കാരത്തി ഇത് മലേഷ്യയിൽ നിന്ന് വന്ന വൈറ്റ് റോളിങ് ക്രീപ്പറാന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി തട്ടിരിക്കുക. 3 മാസമായി. ഞാൻ ഇന്ന് വരുമ്പോഴും പുള്ളിക്കാരത്തി അത് തഴിക്കും കായ്ക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള ഒരു സാധനം മറ്റൊന്നില്ലെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടഡ് ഫീലാണത്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ഇൻസൾട്ട് ഏതാണ്? എന്നെ പോലുള്ള ഒരാൾ ഇവിടെ വന്ന് തമാശ പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ചിരിക്കാതിരിക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഇൻസൾട്ട്. ഹരിസ്ലാൻ വളരെ രസമുണ്ടായിരുന്നു. നല്ല ചില കഥകളൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു അല്ലേ? രമേശ് ചേട്ടനും അശോകേട്ടനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യം അതിനകത്ത് നല്ല കുറേ കാര്യങ്ങളുണ്ട്, സത്യമായിട്ട് കാര്യങ്ങൾ. ഇപ്പം നമ്മളിപ്പം തമാശകളൊക്കെ പലരും തമാശ പറയുന്നുണ്ട്. ആ തമാശ പറഞ്ഞിട്ടും മനഃപൂർവ്വം ചിരിക്കാത്തവരുണ്ട്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് തമാശ അതിപ്പോൾ പറഞ്ഞോ അല്ലെങ്കിൽ നാച്ചുറലി വരുന്ന തമാശകളോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും അത് ഒട്ടും തന്നെ എൻജോയ് ചെയ്യാത്ത വളരെ ഗൗരവമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. അത് ഏറ്റവും വലിയ ഇൻസൾട്ടാണ്. നമുക്ക് ഒരുപാട് അങ്ങനെ കാണാൻ പറ്റും. ചേട്ടാ അതിൽ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു തമാശ സീൻ അത് കണ്ടവൻ ചിരിച്ചില്ല കുഴപ്പമില്ല. ഒരു സെന്റിമെന്റ് സീൻ അത് കണ്ട് കരഞ്ഞാൽ കുഴപ്പമുണ്ട് താനും. നമ്മൾ തിയേറ്ററിലിരുന്ന് ദുഃഖം കണ്ട് കരഞ്ഞ അപ്പം തന്നെ അയ്യേ അവൻ സിനിമ കണ്ട് കരഞ്ഞു എന്നൊക്കെ പറയും. ചിരിച്ചില്ലെങ്കിൽ കുഴപ്പം, കരഞ്ഞാൽ കുഴപ്പം, ഇതിനെല്ലാം പ്രശ്നമുണ്ട്. ഇതൊന്നും ഇത്ര മോണിറ്റർ ചെയ്യുക. അതായത് നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ വേറെ എവിടെയും തപ്പി നടക്കരുത്. പിന്നെ നമുക്ക് ഇതിൽ കൂടുതൽ കിട്ടുകളെ ചിരിക്കുള്ളൂ എന്നുള്ള ലെവലിൽ നമ്മൾ നമ്മുടെ റേഞ്ച് കയറ്റി വെക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളെല്ലാ സാധനവും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടിയാലേ കയറ്റി നമ്മുടെ ചിരിയുടെ കാര്യത്തിൽ മാത്രം നമ്മളുടെ റേഞ്ച് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കണം. ഏത് ചെറിയ കാര്യം കണ്ടാലും ഏത് ചെറിയ സംഭവത്തിലും ചിരിക്കാനൊരു വകയുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ചിരിക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ചിരി തപ്പിയെടുക്കുക, ചിരിപ്പിക്കുന്നവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. കാരണം അവർ ഓരോ ദിവസവും കുറഞ്ഞു വരുന്ന വംശനാശ ഭീഷണി ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവസമൂഹമാണ് ഈ നിൽക്കുന്ന സമൂഹം. അപ്പോൾ എന്തായാലും താങ്ക് യു അശോകേട്ട, താങ്ക് യു രമേശ് ചേട്ടാ. നമ്മുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എന്തായാലും എന്തോ ഈ കാലിനത് ശരിയായില്ലേ? അത് മാറി. പിന്നെ ഞാനിപ്പോൾ അത് ഉള്ളതുപോലെ ഒന്ന് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച്. ഹലോ എന്നെ നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോൾ ഇയാളെ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി എനിക്ക്. നീ സാബുല്ലേ? അയ്യോ ഞാൻ സാബുവല്ല, നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഞാൻ നേരത്തെ വന്നപ്പോൾ നിങ്ങളെ പരിചയമുണ്ടെന്ന് പറഞ്ഞില്ലേ? ശരിക്കും നിങ്ങൾ എനിക്ക് പരിചയമില്ല. എനിക്ക് പരിചയം വേറെ അശോകനാണ്. അപ്പൊ നിങ്ങൾക്കല്ലേ ആള് പറ്റിയത്? അല്ല പിന്നെ എനിക്കല്ല, നിങ്ങൾക്കാണ് പറ്റിയത്. നിങ്ങൾക്കാണ് ആള് പറ്റിയത്. ഇല്ലല്ല, ഇയാൾക്ക് തന്നെ പറ്റിയത്. അല്ലെന്നേ, അത് ന്യായമല്ലേ? നിങ്ങൾക്കല്ലേ ആള് തെറ്റിയത്? നിങ്ങളല്ലേ വന്നിട്ട് പുള്ളിനെ പരിചയമുണ്ട്, എനിക്ക് നേരത്തെ കാലത്ത് പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ വന്നിട്ട് അശോകൻ ചേട്ടൻ ആള് തെറ്റിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആള് തെറ്റിന്ന് പറഞ്ഞില്ലേ? ശരിക്കും ഈ ആള് തെറ്റിന്ന് പറഞ്ഞ് എന്റെ അഭിനയം വരുന്നത് അഭിനയിച്ചതാണ്. ശരി. എന്തായാലും നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ കേശവൻ മാമൻ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ മറ്റൊരു ചിരി നിറഞ്ഞ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. Until it's bye from Once Upon a Time.